ഡേ ഫ്രണ്ട്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു സ്മാർട്ട് വാച്ചാണ്. സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമ്മുടെ മക്കൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ളതാണ് ഈ ഒരു സ്മാർട്ട് വാച്ച്. ഈ ഒരു വീഡിയോ നമ്മുടെ സുഹൃത്തുക്കൾ ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മുടെ സുഹൃത്തുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് വാങ്ങിക്കാൻ പോകുന്ന സുഹൃത്തുക്കൾക്ക് അതെന്തായാലും സഹായകരമാവുകയും ചെയ്യും. സ്മാർട്ട് വാച്ച് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇതുപോലുള്ള സ്മാർട്ട് വാച്ചിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോൾ ഒരുപക്ഷെ സുഹൃത്തുക്കൾക്ക് സംശയമുണ്ടാകാം. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇതിൻ്റെ ഉപയോഗം മനസ്സിലായി കഴിഞ്ഞാൽ ഇത് ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു വാച്ചാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ സ്മാർട്ട് വാച്ച് നമ്മുടെ കുട്ടികൾ നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെവിടെയാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കണം, അവർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടണം എന്നെങ്കിലൊക്കെ ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മളെ സഹായിക്കുന്നതാണ്. ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്മ് ആവശ്യമാണ്. ഞാൻ ഓൾറെഡി ഇതിലേക്കൊരു സിമ്മ് ഇടാൻ വേണ്ടി പോവുകയാണ്. യെസ്, ഞാനിപ്പോൾ ഇതിലേക്കൊരു സിമ്മ് ഇട്ട് ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, നല്ല ഒരു ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് തന്നെയാണ്. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന രൂപത്തിൽ നല്ല കളർഫുള്ളായിട്ടുള്ള സ്ട്രാപ്പാണ് ഈ കാണുന്നത്. സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പീക്കർ ഇതിൽ അവൈലബിൾ ആണ്. സ്പീക്കറും ഒരു മൈക്കും അവൈലബിൾ ആണ്. അതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നൊക്കെ നമുക്ക് നോക്കാം. ദെൻ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് പോർഷനാണ് ഈ കാണുന്നത്. നമ്മുടെ സാധാരണ മൊബൈൽ ഫോണിൻ്റെ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. ദെൻ സൈഡിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ബട്ടണുകളാണുള്ളത്. ആ ബട്ടൺ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ മെനൂസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ബട്ടൺ കാണുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മെനൂസൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പോൾ നമ്മുടെ വാച്ചിലേക്ക് ഒരു സിം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 4G എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 11:28 AM ഈ സമയത്താണ് കേട്ടോ ഞാൻ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയണ പോലെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെയാണെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ മെനു ഒന്ന് പരിശോധിക്കാം. ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്കൊന്ന് വൈപ്പ് ചെയ്യാണ്. യെസ്, ഗാലറീസ് ഉണ്ട്. ഗാലറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി, മെനൂസ് കാണാൻ സാധിക്കും. ടേക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും, വീഡിയോ എടുക്കാൻ സാധിക്കും. ഈ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദെൻ മാജിക് സ്കൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ദെൻ വെതർ നമുക്കറിയാൻ സാധിക്കും. ദെൻ കോൺടാക്ട്, ഇതിൽ തന്നെ കോൺടാക്റ്റുകളുണ്ട്. ഈ കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ സ്മാർട്ട് വാച്ചിൽ നിന്ന് കോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. സ്റ്റെപ്പ് കൗണ്ടർ, അത് എത്ര സ്റ്റെപ്പാണ് ഈ വാച്ച് ഉപയോഗിച്ചതിന് ശേഷം എത്ര സ്റ്റെപ്പാണ് നടന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയും. ഇപ്പം നമ്മുടെ മക്കളൊക്കെയാണ് എക്സർസൈസിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ. കാരണം ഇവർ കഴിക്കുന്ന ഭക്ഷണവും കാണുന്ന വിഷ്വലും ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റെപ്പ് നടന്നെന്ന കാര്യങ്ങൾക്ക് അറിയാൻ സാധിക്കും. ദെൻ സെറ്റിങ്സ് ആണ് ഈ കാണുന്നത്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് ഈ സ്മാർട്ട് വാച്ചിനെയും നമ്മുടെ മൊബൈൽ ഫോണിനെയും തമ്മിലൊന്ന് കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് തമ്മിൽ കോൺഫിഗർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഈ ബാക്കിൽ കാണുന്ന ഈ IMEI നമ്പർ നമ്മുടെ മൊബൈൽ ഫോണിലൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഓജോയ് വാച്ച് എന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കോൺഫിഗർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും ആ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യണം. നമുക്ക് ഇനി എങ്ങനെയാണ് ഈ വാച്ചും ഈ മൊബൈൽ ഫോണും തമ്മിൽ വർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ട്രാക്ക് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിനും എവിടെയാണ് പോയി നിൽക്കുന്നത്, ആ നിൽക്കുന്ന സ്ഥലത്തും എവിടെയാണ്, അവിടെ നമുക്കൊരു കോഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. കോഡ് സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എല്ലാ ആളുകളെയും ഈ വാച്ചിൽ നിന്ന് വിളിക്കാൻ സാധിക്കില്ല. നമുക്കൊന്ന് കോൺഫിഗർ ചെയ്യണം ആരെയൊക്കെയാണ് വിളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ലിമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ വാച്ചിനിട്ടേക്കുന്ന പേര് അപ്പുമോൻ എന്നുള്ളതാണോ. ഒപ്പര് കുറേ നാളായി എനിക്കൊരു ചെറിയൊരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചു തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും പുള്ളി കൊടുക്കുകയും വേണം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓൾറെഡി ഇതിൽ സിമ്മ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഈസി ആയിട്ട് കോൾ ചെയ്യാൻ സാധിക്കുന്നത്. താഴെ തന്നെ ഡയൽ എന്ന ഒരു ബട്ടൺ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാണ്. കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഏത് ഫോണിൽ നിന്നാണോ നമ്മൾ വിളിച്ചത് ആ ഫോണിൻ്റെ ഒരു കോളാണ് വരുന്നത്. വേണമെങ്കിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് കോൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതൊരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മുടെ മക്കളുടെ കയ്യിൽ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഇവർ പോയിരിക്കുന്നത് അത് നമുക്കറിയാൻ സാധിക്കും. ഒരുപക്ഷെ ടൂറിന് പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരൻസിനൊക്കെ ഒരുപക്ഷെ ചില ടെൻഷനൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എവിടെയാണ് അവൻ പോയിരിക്കുന്നത് എന്നുള്ള ചില ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു വാച്ച് ഉണ്ട് എന്ന് നമുക്ക് ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ്.
ഇനി ഈ വാച്ചിൽ നിന്നും നമുക്ക് ഈ ഫോണിലേക്ക് കോൾ ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്യാണ്. സൗണ്ട് കേൾക്കാൻ സാധിക്കും. യെസ്, കണ്ടോ, ഈ ഫോണിൽ നിന്ന് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യണം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തേക്കാം. യെസ്, ബിസി ടോൺ ആണ് കേൾക്കുന്നത്. ഇനി നമുക്ക് മെനുവിലേക്ക് വരാം. മെനുവിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇത് കണ്ടോ, നാവിഗേഷൻ എന്ന് പറഞ്ഞാൽ ഈ വാച്ച് എവിടെയാണ് നിൽക്കുന്നത്, അതായത് ഈ വാച്ച് കെട്ടിയിരിക്കുന്ന ആൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് ഈ നാവിഗേഷൻ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഈ മോണിറ്റർ എന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വോയിസ് കോൺഫറൻസ് നടത്താനായിട്ടൊക്കെ ഇത് സാധിക്കുകയും ചെയ്യുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഞാൻ വീണ്ടും ഗാലറിയിലേക്ക് വരികയാണ്. ഗാലറിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. ഞാൻ ടേക്ക് ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഈ കാണുന്നതാണ് ആ ഒരു ഫോട്ടോ. ഇനി ഈ ഫോട്ടോ നമുക്ക് ഈ ഒരു പാരൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ആരുടെയിലാണോ ഈ ആപ്ലിക്കേഷൻ ഉള്ളത് അവർക്ക് നമുക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് സെലക്ട് ചെയ്യുക, ഷെയർ എന്നൊരു ബട്ടൺ കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഓൾറെഡി ഫാദർ എന്നാണ് ഈ ഒരു ഫോൺ നമ്പർ അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഫാദർ എന്ന് ക്ലിക്ക് ചെയ്യാണ്. യെസ്, കണ്ടോ, ഫാദർ എന്ന് പറയുന്ന ഒരു ചാറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാനൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ ഒരു ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ചാറ്റ് എന്നുള്ള ഓപ്ഷനിലൂടെ നമുക്ക് 2 രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ചാറ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഹോൾഡ് ടു സ്പീക്ക് എന്ന് കാണാൻ സാധിക്കും. അതായത് മൊബൈൽ ഫോണിൽ നിന്ന് നമ്മുടെ വാച്ചിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന ആട്ടോ ഞാൻ കാണിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഹലോ, എവിടെയാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. യെസ്, ഒരു വോയിസ് അയച്ചു കഴിഞ്ഞു. കണ്ടോ, ഫാദർ സെൻഡ് ന്യൂ മെസ്സേജ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഹലോ, എവിടെയാ, വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. കണ്ടോ, ഇനി തിരിച്ച് വാച്ചിൽ നിന്നും നമുക്കൊരു വോയിസ് അയക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. യെസ്, വോയിസ് അയച്ചു. കണ്ടോ, മൊബൈലിൽ കാണാൻ സാധിക്കും ഒരു വോയിസ് വന്നതായിട്ട്. ഞാൻ ഇപ്പോൾ വരാം, കുറച്ച് കഴിഞ്ഞ് വിളിച്ചാൽ മതി. ശരി, ഓക്കെ, ഫൈൻ. ഈ ഒരു സമയത്തായിരിക്കാം ഒരുപക്ഷെ നമുക്കൊരു വോയിസ് അല്ല അയക്കേണ്ടത്, വിളിക്കേണ്ടതാണ് എന്നുണ്ടെങ്കിൽ ടോപ്പിൽ തന്നെ ഒരു ബട്ടൺ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിലൂടെ ആളിൽ വിളിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് സംശയം ഉണ്ടാകും, എത്ര ആളുകളെ നമുക്ക് വിളിക്കാൻ സാധിക്കും. ഒരുപക്ഷെ ഇതിൽ കോൺടാക്ട്സിലുള്ള എല്ലാ ആളുകളെയും നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് ഞാനിവിടെ വന്നിട്ട് ഈ കോൺടാക്ട്സ് ക്ലിക്ക് ചെയ്യാണ്. നമ്മൾ കോൺഫിഗർ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കണ്ടോ, ഇതിൽ മൈ ഫ്രണ്ട്സ്, മൈ ഫാമിലി. ഇപ്പോൾ ഞാനിതിനകത്ത് ഫാദർ ആൻഡ് ഹോം എന്ന 2 ആളുകളെ മാത്രമാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. ആ കോൺഫിഗർ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഞാനിവിടെ അഡ്രസ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ അഡ്രസ് ബുക്ക് ക്ലിക്ക് ചെയ്യാണ്. ഈ അഡ്രസ് ബുക്കിൽ ഞാൻ 2 ആളുകളെ മാത്രമാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഫാദർ എന്നും ഹോം എന്നും കാണുന്നത്. ഇനി മൂന്നാമത് ഒരാളെ കോൺഫിഗർ ചെയ്യണമെന്ന് ഇവിടെ നിന്നുകൊണ്ട് ആഡ് ഫ്രണ്ട്സ് കൊടുത്തിട്ട് ആഡ് മൊബൈൽ നമ്പർ നമുക്ക് എൻട്രി ചെയ്യണം. ആ എൻട്രി ചെയ്താൽ മാത്രമാണ് ഈ ഒരു ഫോണിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു വാച്ചിൽ നിന്ന് കൺട്രോൾ മൊത്തം നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും. SMS ചെയ്യാൻ സാധിക്കും, ഫോൺ ചെയ്യാൻ സാധിക്കും, വീഡിയോ അയക്കാൻ സാധിക്കും, ആൾ എവിടെയാണ് നിൽക്കുന്നത്, കണ്ടോ, ആളുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയാൻ സാധിക്കും, ഫോട്ടോ അയക്കാൻ സാധിക്കും. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വാച്ചിലൂടെ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. നമ്മുടെ മക്കളൊക്കെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകാറുണ്ട്, അവരെവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇതേപോലെയുള്ള ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അവരെ മോണിറ്റർ ചെയ്യാവുന്നതാണ്. ഇതെന്തായാലും ഇതിൻ്റെ ഉപയോഗം നമ്മുടെ സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെങ്ങനെയാണ്, യൂസ്ഫുൾ ആണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. എപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ടെക്നോളജി നമ്മുടെ ജീവിതത്തെ സഹായിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകളാണ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഇൻസ്റ്റഗ്രാം ഉണ്ട് കേട്ടോ, instagram.com/ibadrahmanTech ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ നമ്മൾ പോസ്റ്റൊക്കെ ചെയ്യുകയും ചെയ്യുന്നത്. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.